ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന്റെ മൂന്നാം ദിനമായ വെള്ളിയാഴ്ച മറത്തുകളി നടന്നു. ബാത്തൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കൊയ്യോങ്കര ഭാസ്കര പണിക്കരും ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം ചാമുണ്ടിക്കുന്നിനെ പ്രതിനിധീകരിച്ച് പാണപ്പുഴ പത്മനാഭ പണിക്കരും പങ്കെടുത്തു. തൃപ്പൂണിത്തറ സംസ്കൃത കോളേജ് അധ്യാപകൻ VP ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. മാർച്ച് 25-ന് ബാലൂർ ഭണ്ഡാര വീട്ടിൽ നിന്നും തെയ്യം വരവോടുകൂടിയാണ് ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൂരോത്സവത്തിന് തുടക്കമായത്. പൂരോത്സവത്തിന്റെ മൂന്നാം ദിനമായ വെള്ളിയാഴ്ച ക്ഷേത്ര തിരുമുറ്റത്ത് മറത്തുകളി നടന്നു. ബാത്തൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കൊയ്യോങ്കര ഭാസ്കര പണിക്കരും ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം ചാമുണ്ടിക്കുന്നിനെ പ്രതിനിധീകരിച്ച് പാണപ്പുഴ പത്മനാഭ പണിക്കരും പങ്കെടുത്തു. തൃപ്പൂണിത്തറ സംസ്കൃത കോളേജ് അധ്യാപകൻ VP ഉദയകുമാർ അധ്യക്ഷനായിരുന്നു. പറഞ്ഞ പദ്യത്തെ ഈ അനുവാചകർക്ക് എനിക്ക് തോന്നുന്നു ആ പദ്യം നിങ്ങളുടെ ഒരു എന്താ പറയുക ശൈലിയിലൂടെ വ്യാഖ്യാനിച്ച് അപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ മറത്തുകളിയുടെയൊക്കെ ഒരു പ്രധാന എന്താ പറയുക ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ സ്തോത്രങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചുകൂടെ സാധാരണക്കാർക്ക് സംസ്കൃതവും അതേപോലെ തന്നെ ഇത്രയേറെ പരന്ന വായനയും ആഴത്തിലുള്ള വായന ഇത് രണ്ടും വേണം. ഇത്രയും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സൗന്ദര്യലഹരിയിൽ പദ്യം വെച്ച് ഇത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ വായനയ്ക്ക് ആഴവും വേണം, പരപ്പും വേണം. ഈ രണ്ടും ഉള്ള ഒരു എന്താ പറയുക വേദി, പൊതുവേദി നമ്മുടെ പഴയ ആളുകൾ ഉണ്ടാക്കിയെടുത്തത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവബോധം നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മാർച്ച് 31-ന് പൂരക്കടവിലേക്കുള്ള എഴുന്നള്ളത്ത് തിരിച്ചു വന്നതിന് ശേഷം ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൂരംകുളി ചടങ്ങ് നടക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 1-ന് വിഷ്ണുമൂർത്തി ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടുണ്ടാകും. തുടർന്ന് ബാലൂർ ഭണ്ഡാര വീട്ടിലേക്ക് തെയ്യത്തിന്റെ തിരിച്ചെഴുന്നള്ളത്തോടുകൂടി പൂരോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.